ഹലോ, ഇന്നത്തെ വീഡിയോയിലും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഈ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളല്ലേ. പഠിക്കുകയാണെങ്കിൽ ജയിക്കും, പഠിച്ചാൽ ജയിച്ചേനെ, പഠിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷിൽ ശരിയായി പറയണമെങ്കിൽ ഇഫ് കണ്ടീഷണൽസ് അറിഞ്ഞിരിക്കണം. ഇവിടെ ഞാൻ 3 എഴുതിയിട്ടുള്ളൂ, പക്ഷേ സത്യത്തിൽ 4 ടൈപ്പ് കണ്ടീഷണൽസ് ഉണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 ടൈപ്പ് ഇഫ് കണ്ടീഷണൽസ് ഉണ്ട്. ഏതൊക്കെയാണത്? 0, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമുക്ക് ആദ്യം 0 കണ്ടീഷണൽ വെച്ച് തുടങ്ങാം. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ഐസ് ചൂടാക്കിയാൽ അത് ഉരുകും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് മാറ്റമില്ലാത്തൊരു കാര്യമാണല്ലേ. എപ്പോഴൊക്കെ ഐസ് ചൂടാക്കിയാലും അത് ഉരുകും. പിന്നെ ഇവിടെ ആരാണ് ഐസ് ചൂടാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാനാവാം, നിങ്ങളാവാം. അപ്പം നിങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇംഗ്ലീഷിൽ ഇഫ് ഉപയോഗിച്ച്. തുടങ്ങാം. അപ്പോൾ ഇഫാണ് കേട്ടോ ആദ്യം വരുന്നത്. ഇഫ് നിങ്ങളല്ലേ, അപ്പോൾ ഇഫ് യു ചൂടാക്കുകയാണ്. ഇഫ് യു ഹീറ്റ്, എന്താ ചൂടാക്കുന്നത്? ഐസ്. ഇഫ് യു ഹീറ്റ് ഐസ്, കോമ വരണം കേട്ടോ. ഇവിടെ ഒരു നിർത്തുണ്ട്. ഇഫ് യു ഹീറ്റ് ഐസ് എന്ത് സംഭവിക്കും? അത് ഉരുകും. അത് എന്നുള്ളതിന് ഇറ്റ് എന്നാണ് പറയുക അല്ലേ. ഉരുകുക ടു മെൽറ്റ് ആണ്. അപ്പോൾ ഇറ്റ് മെൽസ് എന്നാണ് ഞാൻ പറയുന്നത്. എസ് ചേർന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ ഇറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, അതുകൊണ്ട് എസ് ചേർക്കണം വേർബിൻ്റെ കൂടെ. ഇറ്റ് മെൽസ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം കണ്ടല്ലോ, ഈ സെൻറ്റൻസിന് 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ടീഷനാണ്. നിങ്ങൾ ഐസ് ചൂടാക്കിയാൽ, ആ കണ്ടീഷൻ വരുന്ന ഭാഗമാണ് നമ്മൾ ഇഫ് ചേർത്ത് പറഞ്ഞത് അല്ലേ. അത് കഴിഞ്ഞ് നമ്മളവിടെ ഒരു കോമ ഇട്ടു. അത് വളരെ പ്രധാനമാണ് കേട്ടോ. ഇഫ് യു ഹീറ്റ് ഐസ്, പിന്നെ വരുന്നത് റിസൾട്ടാണ്. എന്താ സംഭവിക്കുക ഐസ് ചൂടാക്കിയാൽ? അതൊരുകും. ഇറ്റ് മെൽസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടീഷൻ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിസൾട്ട്. അപ്പോൾ ഈ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാറ്റമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ജനറൽ ട്രൂത്ത്സ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഇഫ് ഉപയോഗിക്കുക. ഇതിന് നമ്മൾ പറയുന്നത് 0 കണ്ടീഷണൽ എന്നാണ്. ഇതാണ് ആദ്യത്തെ ഒരു കണ്ടീഷണൽ, ആ ടൈപ്പ് 0 കണ്ടീഷണൽ. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് എപ്പോഴും സ്ഥിരമായിട്ട് സത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ എങ്ങനെയാണിത് വന്നിരിക്കുന്നത് നോക്കൂ. ഇഫിൻ്റെ ഭാഗത്ത് വന്നത്, ഇഫ് കഴിഞ്ഞ് ഈ സബ്ജക്റ്റ് ഇഫ് യു, അത് കഴിഞ്ഞ് വന്നത് വേർബിൻ്റെ ആദ്യത്തെ ഫോം, അതായത് സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ് ഇവിടെ വന്നത്. ഇഫ് യു ഹീറ്റ് ഐസ്, ഇറ്റ് കഴിഞ്ഞ് വന്നത് വീണ്ടും വേർബിൻ്റെ ആദ്യത്തെ ഫോം, സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ് വന്നത്. ഇവിടെ നമ്മൾ വില്ലൊന്നും ഉപയോഗിച്ചിട്ടില്ല, കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചും എഴുതാമായിരുന്നു. ഇവിടെ 2 ഭാഗങ്ങളില്ലേ സെൻറ്റൻസിന്, ആ ഭാഗം ഇവിടെ എഴുതാമായിരുന്നു. അപ്പോൾ എങ്ങനെ വരിക എന്നറിയാമോ? ഇറ്റ് മെൽസ് അതാദ്യം വരും, ഇഫ് യു ഹീറ്റ് ഐസ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരു അഭംഗിയുണ്ടല്ലേ. ആദ്യം തന്നെ ഇറ്റ് മെൽസ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ വിചാരിക്കും എന്താണ് ഈ ഇറ്റ് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഐസ് എന്ന് എഴുതാൻ പോവാണ്. ഐസ് മെൽസ്, നമ്മൾ ഐസിനെ പറ്റിയാണല്ലോ ഈ പറയുന്നത്. ഐസ് മെൽസ് ഇഫ് യു ഹീറ്റ്, വീണ്ടും ഐസ് എന്ന് പറയണ്ട, ഐസ് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞല്ലോ, ഇഫ് യു ഹീറ്റ് ഇറ്റ്. പിന്നെ ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ ഈ കോമയുടെ ആവശ്യമില്ല. നമ്മളിത് പറയുമ്പോഴും അങ്ങനെയല്ലേ, ഐ സ്മെൽസ് ഇഫ് യു ഹീറ്റ് ഇറ്റ്, അല്ലാതെ ഐ സ്മെൽസ് ഇഫ് യു ഹീറ്റ് ഇറ്റ് എന്ന് നമ്മളവിടെ പോസ് ചെയ്ത് പറയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ്, ഇഫ് യു ഐ സ്മെൽസ് ഇഫ് യു ഹീറ്റ് ഇറ്റ്. 2 രീതിയിലും പറയാം. ഇവിടെ ഈ കോമ മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് 0 കണ്ടീഷണൽ. ഇതുപോലെ നമുക്ക് ഇനിയും 1-2 സെൻറ്റൻസസ് കൂടെ പറഞ്ഞു നോക്കാം. മഞ്ഞയും നീലയും കലർത്തിയാൽ നമുക്ക് പച്ച നിറം കിട്ടും. ശരിയല്ലേ? മഞ്ഞയും നീലയും കൂടെ കൂടിയാൽ നമുക്ക് പച്ചയാണ് കിട്ടുക. ഇത് എപ്പോഴും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ നമുക്ക് 0 കണ്ടീഷണൽ ഉപയോഗിച്ച് പറയാം. നിങ്ങളെങ്ങനെ പറയും? ഇഫ് വെച്ച് തുടങ്ങും. ഇവിടെ നമുക്ക് ഇഫ് യു എന്ന് തന്നെ പറയാം. ഇഫ് യു കലർത്തുക എന്നുള്ളതിന് മിക്സ് എന്നാണ് പറയുന്നത്. ഇഫ് യു മിക്സ്, എന്താണ് മിക്സ് ചെയ്യുന്നത്? യെല്ലോ ആൻഡ് ബ്ലൂ. ഇഫ് യു മിക്സ് യെല്ലോ ആൻഡ് ബ്ലൂ, കോമ, എന്താ കിട്ടുക? നിങ്ങൾക്ക് എന്താ കിട്ടുക? പച്ച. യു ഗെറ്റ് ഗ്രീൻ. ഗ്രീൻ കളർ എന്ന് പറയണമെന്നില്ല കേട്ടോ, യു ഗെറ്റ് ഗ്രീൻ. കണ്ടു ഇവിടെ പറഞ്ഞത് ഇഫ് യു മിക്സ്, ഇഫ് യു ആയതുകൊണ്ട് അത് കഴിഞ്ഞ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം മിക്സസ് വരുന്നില്ല, യു ആയതുകൊണ്ട്. ഇഫ് യു മിക്സ് യെല്ലോ ആൻഡ് ബ്ലൂ, യു ഗെറ്റ്, വീണ്ടും വേർബിൻ്റെ ഫസ്റ്റ് ഫോം, യു ഗെറ്റ് ഗ്രീൻ. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണത് വരുന്നതെന്ന്? ഒരെണ്ണം കൂടെ. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ടാകും.
അപ്പോൾ ഇവിടെ ഞാൻ സൂര്യൻ അസ്തമിച്ചാൽ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാമായിരുന്നു ഇഫ് ദ സൺ സെറ്റ്സ് എന്ന്, ഇഫ്. പക്ഷേ സൂര്യൻ അസ്തമിക്കും എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോൾ എന്നാണ്. അപ്പോൾ ഇവിടെ ഇഫിന് പകരം ഞാൻ പറയാൻ പോകുന്നത് വെൻ എന്നാണ്. ഈ സീറോ കണ്ടീഷനിൽ വരുമ്പോൾ നമുക്ക് ഇഫ് മാത്രമല്ല വെൻ വെച്ചും ചിലപ്പോൾ സെൻറ്റൻസസ് പറയാൻ സാധിക്കും കേട്ടോ. വെൻ ദ സൺ സെറ്റ്സ്, സൂര്യൻ അസ്തമിക്കുക എന്ന് പറയുന്നത് ടു സെറ്റ് എന്നല്ലേ പറയുന്നത്. സൺ ഒരെണ്ണേ ഉള്ളൂ, സിംഗുലർ ആണ്, അതുകൊണ്ട് സെറ്റ്സ്. വെൻ ദ സൺ സെറ്റ്സ്, ഇരുട്ടാകും എന്ന് പറയാൻ നമ്മൾ അവിടെ ഒരു ഇറ്റ് ചേർക്കണം. ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക്, ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക്. കണ്ടോ, വെൻ ദ സൺ സെറ്റ്സ് എസ് ചേർത്തു, സൺ ആയതുകൊണ്ട്. ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെയും എസ് ചേർത്തു ഗെറ്റിൻ്റെ കൂടെ. ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക്. മനസ്സിലായല്ലോ സീറോ കണ്ടീഷണൽ. ഇനി നമുക്ക് ഫേസ്റ്റ് കണ്ടീഷണൽ നോക്കാം. ഇത് നോക്കൂ, നീ പഠിക്കുകയാണെങ്കിൽ ജയിക്കും എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ അത് സംഭവിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇഫ് ചേർത്ത് എങ്ങനെയാണ് പറയുന്നത് നോക്കൂ. ഇഫ് നീ ആയതുകൊണ്ട് യു പറയണമല്ലോ. ഇഫ് യു സ്റ്റഡി, പഠിക്കുകയല്ലേ, ഇഫ് യു സ്റ്റഡി കോമ വേണം കേട്ടോ. എന്താ സംഭവിക്കുക? നീ ജയിക്കും. അപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ വീണ്ടും നീ എന്ന് അവിടെ ചേർക്കില്ല, പക്ഷേ ഇംഗ്ലീഷിൽ അത് പറയണം. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്, ജയിക്കും എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് യു വിൽ പാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനൊരു കാര്യം പറയുന്നു, അതായത് ഇങ്ങനൊരു കാര്യം ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഭാവിയിൽ സംഭവിക്കും എന്ന് പറയേണ്ടി വരുമ്പോഴെല്ലാം നമ്മൾ ഈ ഫോമാണ് യൂസ് ചെയ്യുക. ഇതിന് നമ്മൾ പറയുന്നത് ഫേസ്റ്റ് കണ്ടീഷണൽ എന്നാണ്. ഇതാണ് ഫേസ്റ്റ് കണ്ടീഷണൽ. എങ്ങനെയാണ് ഇവിടെ വന്നത് നോക്കൂ. ആദ്യം വന്നത് ഇഫിൻ്റെ കൂടെ ഇഫ് യു സ്റ്റഡി, വേർബിൻ്റെ ആദ്യത്തെ ഫോം, അതായത് പ്രസൻറ്റ് സിമ്പിൾ ഫോം. ഇഫ് യു സ്റ്റഡി, അത് കഴിഞ്ഞ് വന്നത് വിൽ, പിന്നെ വേർബിൻ്റെ ബേസ് ഫോം യു വിൽ പാസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഭാഗത്ത് വരുന്നത് വേർബിൻ്റെ പ്രസൻറ്റ് സിമ്പിൾ ഫോമാണ്. ഇവിടെ ഇഫ് ഹി ആയിരുന്നെങ്കിൽ ഇഫ് ഹി സ്റ്റഡീസ് എന്ന് നമ്മൾ പറയുമായിരുന്നു. ഇഫ് ഹി സ്റ്റഡീസ് ഹി വിൽ പാസ്. അപ്പോഴും ഇതിന് മാറ്റമൊന്നും വരില്ല. ഹി വിൽ പാസ്, വി വിൽ പാസ്, ഷീ വിൽ പാസ് എന്ന് തന്നെയാണ് വരിക. ഇതാണ് ഫേസ്റ്റ് കണ്ടീഷണൽ. ഇതുപോലെ അടുത്തത് നമുക്ക് നോക്കാം. ലോട്ടറി കിട്ടുകയാണെങ്കിൽ ഞാൻ വീട് വാങ്ങും. അപ്പോൾ എനിക്ക് ലോട്ടറി കിട്ടുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങുക? ഇഫ് ഐ, ലോട്ടറി കിട്ടുക, ലോട്ടറി അടിക്കുക എന്നൊക്കെ ഉള്ളതിന് വിൻ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇഫ് ഐ വിൻ ദ ലോട്ടറി കോമ, എന്താ സംഭവിക്കുക? ഞാൻ വീട് വാങ്ങും. ഐ വിൽ ബൈ എ ഹൗസ്, ഞാൻ വീട് വാങ്ങും. ഐ വിൽ ബൈ എ ഹൗസ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, ഇഫ് കണ്ടീഷണൽ ഫേസ്റ്റ് കണ്ടീഷണലിൽ ഇഫ് കഴിഞ്ഞ് വേർബിൻ്റെ ഫേസ്റ്റ് ഫോം വരുന്നു, അത് കഴിഞ്ഞ് വില്ലാണ് വരിക എന്നാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഈ വിൽ പോലെ തന്നെ വേണമെങ്കിൽ ഇവിടെ ക്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മേ, അല്ലെങ്കിൽ മൈറ്റ്, മസ്റ്റ്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വിൽ പോലെ തന്നെ ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അവിടെ വരുന്ന ആ ഒരു അർത്ഥം അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ പറയുകയാണ് നീ പഠിക്കുകയാണെങ്കിൽ നിനക്ക് ജയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലോ, അവിടെ നമ്മൾ പറയും ഇഫ് യു സ്റ്റഡി യു ക്യാൻ പാസ് എന്ന്. നീ പഠിക്കുകയാണെങ്കിൽ നീ ജയിച്ചേക്കാം എന്നാണെങ്കിലോ, വേണമെങ്കിൽ ഇഫ് യു സ്റ്റഡി യു മേ പാസ്, അല്ലെങ്കിൽ യു മൈ പാസ് എന്നൊക്കെ പറയാമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ വിൽ മാത്രമല്ല മേ, മൈറ്റ്, ക്യാൻ, മസ്റ്റ്, ഇതൊക്കെ നമുക്ക് ആവശ്യം അനുസരിച്ച്, അർത്ഥം അനുസരിച്ച് ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് നോക്കൂ, മഴ നിൽക്കുകയാണെങ്കിൽ ഞാൻ പുറത്ത് പോകും. ഇപ്പോൾ മഴ പെയ്യാണ്, നിൽക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇഫ് ദ റെയിൻ, മഴയല്ലേ, ഇഫ് ദ റെയിൻ സ്റ്റോപ്സ്, മഴ നിൽക്കുകയാണെങ്കിൽ. ശ്രദ്ധിച്ചോ, ദ റെയിൻ ഒന്നേ ഉള്ളൂ അല്ലേ, സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്സ് എന്ന് പറഞ്ഞത്. ഇഫ് ദ റെയിൻ സ്റ്റോപ്സ്, ഞാൻ പുറത്ത് പോകും. ഐ വിൽ ഗോ ഔട്ട്. ഇവിടെയും ഞാൻ പുറത്ത് പോയേക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഐ മേ ഗോ ഔട്ട് എന്ന് എനിക്ക് പറയാമായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് നോക്കൂ, ജോലി കഴിയുമ്പോൾ ഞാൻ അയാളെ വിളിക്കും. ഈ ജോലി കഴിയുമ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്, കഴിയുകയാണെങ്കിൽ എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഇഫ് പറയാമായിരുന്നു.
പക്ഷേ മുൻപ് ഞാൻ പറഞ്ഞില്ലേ സീറോ കണ്ടീഷണൽ പറഞ്ഞപ്പോൾ ഇഫ് പോലെ നമുക്ക് വെന്നും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന അതേപോലെയാണ് ഇവിടെയും. വേണമെങ്കിൽ നമുക്കിവിടെ വെൻ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വെൻ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. വെൻ ഐ ഫിനിഷ് ദ വർക്ക് ഐ വിൽ കോൾ ഹിം എന്നാണ് അവിടെ ഞാൻ പറയുക. ഇഫ് അല്ല ഇവിടെ ഉപയോഗിച്ചത്, വെൻ. ഇത് കഴിയുമ്പോൾ ഞാൻ അയാളെ വിളിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം വെൻ വെച്ച് തുടങ്ങി. എങ്ങനെയാണ് ഫസ്റ്റ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ഇഫ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ആദ്യത്തെ ഫോം വരണം, പ്രസൻറ്റ് സിമ്പിൾ ഫോം വരണം. ഇവിടെ വില്ലിൻ്റെ കൂടെ വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കും. പക്ഷെ മറക്കരുത്, വിൽ പോലെ നമുക്ക് ഇതെല്ലാം വേണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനിലും യൂസ് ചെയ്യാം. ഇനി അടുത്തത് നോക്കാം. ഇനി നമ്മൾ കാണുന്നത് സെക്കൻഡ് കണ്ടീഷണൽസ് ആണ്. ഇത് കണ്ടല്ലോ, നീ പഠിച്ചാൽ ജയിച്ചേനെ. അപ്പോൾ ഇങ്ങനൊരു സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഡൗട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നമ്മൾ പറയുന്നത് കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചല്ല. അപ്പോൾ ഇതിന് ഞാൻ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട്. ഇവന് പരീക്ഷ വരുന്നേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവൻ പഠിക്കാൻ യാതൊരു ഉദ്ദേശമില്ല എന്ന് നമുക്കറിയാം. ഇവൻ പഠിക്കുന്നേ ഇല്ല. അപ്പം നമുക്ക് ഉറപ്പാണ് ഇവൻ പഠിക്കാൻ പോകുന്നില്ല എന്ന്. എത്ര പറഞ്ഞാലും പഠിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് ഇവൻ പഠിച്ചാൽ ജയിച്ചേനെ എന്നാണ്. അതായത് പരീക്ഷ കഴിഞ്ഞിട്ടില്ല, വരുന്നേ ഉള്ളൂ, വേണമെങ്കിൽ പഠിച്ചാൽ ഇനിയും ജയിക്കും. പക്ഷെ പഠിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട്, ഇങ്ങനൊരു കാര്യം നടക്കാൻ ഒട്ടും തന്നെ ലൈക്ലി അല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പറയുന്നു. ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷണൽസ് യൂസ് ചെയ്യുക. ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇഫ് നീയാണല്ലോ, ഇഫ് യു സ്റ്റഡീഡ്, പാസ്റ്റ് ടെൻസ് ആണ് ഞാൻ യൂസ് ചെയ്തത്. നീ പഠിച്ചാൽ, ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ് എന്നാണ് ഞാൻ പറയുന്നത്. ജയിച്ചേനെ. ഇതിൻ്റെ അർത്ഥം പരീക്ഷ കഴിഞ്ഞു പോയി എന്നല്ലാന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം കേട്ടോ. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. ഇവിടെ നമ്മൾ ഈ വുഡ് ഉപയോഗിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഈ കാര്യം നടക്കാൻ തീരെ സാധ്യതയില്ല എന്ന് നമുക്കറിയാം. ഫ്യൂച്ചറിലാണ് നടക്കേണ്ടത്, പക്ഷെ അതിന് സാധ്യത കുറവാണെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് കണ്ടീഷണലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷണൽ. എങ്ങനെയാണ് വന്നതെന്ന് നോക്കൂ. ഇഫ് കഴിഞ്ഞിട്ട് കണ്ടോ വന്നത് പാസ്റ്റ് ഫോമാണ്. ഇഫിൻ്റെ കൂടെ വരുന്നത് വേർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ്, സിമ്പിൾ പാസ്റ്റ് ഫോം. അവിടെ വന്നതോ വുഡിൻ്റെ കൂടെ ബേസ് ഫോം. വുഡ് പ്ലസ് ബേസ് ഫോമാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അടുത്തത് നോക്കിയേ. അവർ എന്നെ ക്ഷണിച്ചാൽ ഞാൻ ചടങ്ങിൽ പങ്കെടുത്തേനെ. ചടങ്ങ് വരാൻ പോകുന്നേ ഉള്ളൂ, ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവൻ എന്നെ വിളിക്കും, എന്നെ ഇൻവൈറ്റ് ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല, സാധ്യത വളരെ കുറവാണ്. അവിടെ ഞാൻ പറയുക ഇഫ് ദേ, ക്ഷണിക്കുക എന്നുള്ളതിന് ഇൻവൈറ്റ് എന്നാണല്ലോ പറയുന്നത്, പാസ്റ്റ് ടെൻസ് വേണം, സിമ്പിൾ പാസ്റ്റ്. ഇഫ് ദേ ഇൻവൈറ്റഡ് മീ, ഐ വുഡ്, പങ്കെടുക്കുക. അപ്പോൾ ഐ വുഡ് അറ്റൻഡ് ദ ഫംഗ്ഷൻ എന്നെനിക്ക് പറയാം. ഐ വുഡ് അറ്റൻഡ് ദ ഫംഗ്ഷൻ. കണ്ടോ എങ്ങനെയാണ് വന്നതെന്ന്? ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യത കുറവായതുകൊണ്ടാണ് ഞാനിവിടെ ഈ വുഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ്. അടുത്തത്, മഴ നിന്നാൽ ഞാൻ പുറത്ത് പോയേനെ. ഇതേ കാര്യം നമ്മൾ മുൻപ് ഫസ്റ്റ് കണ്ടീഷനിൽ ഉപയോഗിച്ച് പറഞ്ഞു അല്ലേ? ഇഫ് ദ റെയിൻ സ്റ്റോപ്സ് ഐ വിൽ ഗോ ഔട്ട്. അവിടെ മഴ നിൽക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, സാധ്യതയുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ട് ഇന്നെങ്ങും മഴ നിൽക്കാനുള്ള യാതൊരു സാധ്യതയില്ല. അവിടെയാണ് നമ്മൾ ഇതേ കാര്യം സെക്കൻഡ് കണ്ടീഷനിൽ ഉപയോഗിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാം ഇഫ് ദ റെയിൻ സ്റ്റോപ്ഡ്, കണ്ടോ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. ഇഫ് ദ റെയിൻ സ്റ്റോപ്ഡ് ഞാൻ പുറത്ത് പോയേനെ, ഐ വുഡ് ഗോ ഔട്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മഴ നിൽക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കാൻ തീരെ സാധ്യതയില്ലാത്ത കാര്യമാണ്. അതാണ് ഞാനിവിടെ വുഡ് ഉപയോഗിച്ചത്. ക്ലിയർ ആയല്ലോ? രണ്ട് സെൻറ്റൻസസ് കൂടെ ഞാനിതുപോലെ കാണിക്കാം. ഇവിടെയും നമ്മൾ സെക്കൻഡ് കണ്ടീഷനിൽ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് നോക്കൂ. ഞാൻ ചെറുപ്പമായിരുന്നെങ്കിൽ കൂടുതൽ യാത്ര ചെയ്തേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് വളരെ പ്രായമായി എന്നിരിക്കട്ടെ, അപ്പോഴാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ പ്രായമായ എനിക്ക് വീണ്ടും ചെറുപ്പമാവാൻ സാധിക്കുമോ? അത് ഇമ്പോസിബിൾ അല്ലേ, അസാധ്യമായ കാര്യമല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ഇതേപോലെ സെക്കൻഡ് കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ പറയുക? ഇഫ് ഐ, ശരിക്കും പറഞ്ഞാൽ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? ഐ കഴിയുമ്പോൾ പാസ്റ്റ് ടെൻസ് വാസ് അല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് പറയുമ്പോൾ, ഈ ഇഫ് കണ്ടീഷണൽ സെക്കൻഡ് കണ്ടീഷണൽസ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഐ വേർ എന്നാണ്. അപ്പോൾ എന്താ പറയുക? ഇഫ് ഐ വേർ, ചെറുപ്പമായിരുന്നെങ്കിൽ.
ഇഫ് ഐ വർ യങ്, അല്ലെങ്കിൽ കൂടുതൽ ചെറുപ്പം എന്ന് പറയാൻ യങ് എന്ന് പറയാം കേട്ടോ. ഇഫ് ഐ വർ യങ് ഐ വുഡ് ട്രാവൽ മോർ. യാത്ര ചെയ്തേനെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ യാത്ര ചെയ്യുക എന്നുള്ളത് ട്രാവൽ എന്നല്ലേ പറയുന്നത്. ഐ വുഡ് ട്രാവൽ. കേട്ടോ, ഞാൻ കൂടുതൽ ചെറുപ്പമായിരുന്നെങ്കിൽ കൂടുതൽ യാത്ര ചെയ്തേനെ. അടുത്തത്, ഞാൻ നീ ആയിരുന്നെങ്കിൽ സഹായം ആവശ്യപ്പെട്ടേനെ. അപ്പോൾ എനിക്ക് നീയാകാൻ പറ്റുമോ? നമ്മൾ പറയാറില്ലേ ഞാനായിരുന്നു നിൻ്റെ സ്ഥാനത്തെങ്കിൽ എന്ന്. അതാണ് നമ്മളിവിടെ ഈ പറയുന്നത്. എനിക്ക് നീയാകാൻ പറ്റില്ലല്ലോ, ഇമ്പോസിബിൾ ആണ്. എങ്കിലും നമ്മളിങ്ങനെ പറയുന്നതേ ഉള്ളൂ. സെക്കൻഡ് കണ്ടീഷനിൽ യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് പറയും? ഇഫ് ഐ, മുമ്പത്തെ പോലെ തന്നെ ഇഫ് ഐ വർ യു. ഇവിടെയാണ് നമുക്ക് ആ വ്യത്യാസം വരുന്നത്. ഐ വാസ് അല്ല, ഇഫ് ഐ വർ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഇഫ് ഐ വർ യു ഐ വുഡ് എന്താ ചെയ്യുമായിരുന്നത്? സഹായം ആവശ്യപ്പെട്ടേനെ, സഹായം ചോദിച്ചേനെ. ഐ വുഡ് ആസ്ക് ഫോർ ഹെൽപ്പ്. കണ്ടോ, ഇഫ് ഐ വർ യു ഐ വുഡ് ആസ്ക് ഫോർ ഹെൽപ്പ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഈ ഐ കഴിയുമ്പോൾ മാത്രമാണോ ഇങ്ങനെ വേർ പറയേണ്ടതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സെക്കൻഡ് കണ്ടീഷനിൽ വരുമ്പോൾ ഐ മാത്രമല്ല, ഹീ, ഷീ, ഇതെല്ലാം കഴിഞ്ഞിട്ട്, അതൊന്നല്ലേ ഉള്ളൂ, എന്നാലും അത് കഴിഞ്ഞ് വേർ നമുക്ക് യൂസ് ചെയ്യാം. വാസ് യൂസ് ചെയ്യുന്നവരുണ്ട്, അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വേറാണ് ഗ്രാമാറ്റിക്കലി കൂടുതൽ ശരി. രണ്ടും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. നേരത്തെ കണ്ട 3 സെൻറ്റൻസസിൽ നമ്മൾ അൺലൈക്ലി ആയിട്ടുള്ള, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സെക്കൻഡ് കണ്ടീഷണൽസ് ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. നമ്മളങ്ങനെ തേർഡ് കണ്ടീഷനിലെത്തി. അതായത് നോക്കൂ, നീ പഠിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് പാസ്റ്റിലെ കാര്യമാണ്. പക്ഷേ പാസ്റ്റിൽ നടക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? പരീക്ഷ കഴിഞ്ഞു, പാസ്റ്റിൽ കഴിഞ്ഞു, പക്ഷേ നീ പഠിച്ചില്ല. പഠിച്ചിരുന്നെങ്കിൽ നീ ജയിക്കുമായിരുന്നു. അപ്പോൾ പഠിച്ചുമില്ല, ജയിച്ചുമില്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ കുറച്ച് റിഗ്രറ്റോടെ, കുറച്ച് ഖേദത്തോടെ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ തേർഡ് കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ പറയും എന്നറിയാമോ? ഇഫ്, നീ അല്ലേ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്. ഞാനിത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, നീ ജയിക്കുമായിരുന്നു. യു വുഡ് ഹാവ് പാസ്ഡ് എന്നാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നതെന്ന് കണ്ടോ? ഈ ഭാഗം നോക്കൂ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇഫിൻ്റെ കൂടെ വരുന്നത് എന്താണ്? ഹാഡ്, പിന്നെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം. അത് കഴിഞ്ഞ് വരുന്നത് യു കഴിഞ്ഞിട്ട് വുഡ് ഹാവ്, പിന്നെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം. അപ്പോൾ ഈ ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞില്ലേ, ആ ഹാഡ് കഴിഞ്ഞിട്ട് വരുന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോമിനാണ് നമ്മൾ സാധാരണ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇഫ് കഴിഞ്ഞ് പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നു, അതായത് ഹാഡും വേർബിൻ്റെ മൂന്നാമത്തെ ഫോമും വരുന്നു. അത് കഴിഞ്ഞ് വുഡ് കഴിഞ്ഞിട്ട് ഇതാണ് ഈ ഹാവിൻ്റെ കൂടെ V3 വരുന്നതിനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഹാവിൻ്റെ കൂടെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം വരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഇഫ് യു ഹാഡ് സ്റ്റഡി എന്നാണ് വേർബ്, അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് സ്റ്റഡീഡ്. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. ആ സ്റ്റഡീഡാണ് ഈ വന്നത്. അതുപോലെ പാസ്, അതാണ് വേർബ്, അതിൻ്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് ആണല്ലോ. പാസ്, പാസ്റ്റ്, പാസ്റ്റ്. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് നോക്കൂ. നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞു പോയി, നീ എന്നോട് പറഞ്ഞുമില്ല, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ പറയാണ് പറഞ്ഞിരുന്നെങ്കിൽ സഹായിക്കുമായിരുന്നു. എങ്ങനെ പറയാം? ഇതേപോലെ പറയണം. ഇഫ് യു പറഞ്ഞിരുന്നെങ്കിൽ, ഹാഡും ഇവിടുത്തെ വേർബ് എന്നോട് പറയുക എന്നതിന് ടു ടെൽ മീ എന്നാണ് പറയുന്നത്. ടെൽ എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ടോൾഡ്. ടെൽ, ടോൾഡ്, ടോൾഡ്. അതാണ് എഴുതുന്നത്. ഇഫ് യു ഹാഡ് ടോൾഡ് മീ, എന്ത് സംഭവിക്കുമായിരുന്നു? ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. സഹായിക്കുക ടു ഹെൽപ്പാണ്. അതിൻ്റെ മൂന്നാമത്തെ ഫോം ഹെൽപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. കണ്ടോ? ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. അടുത്തത് നോക്കൂ. ഞാൻ അയാളെ കണ്ടിരുന്നെങ്കിൽ അയാളോട് സംസാരിക്കുമായിരുന്നു. എന്തു പറയും? ഞാൻ അയാളെ കണ്ടിരുന്നെങ്കിൽ. അപ്പോൾ നമുക്ക് പറയാം ഇഫ്
ഐ ഹാഡ് വേണമെങ്കിൽ സീ എന്ന് പറയാം. അപ്പോൾ സീ എന്ന് പറയുന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോം സീൻ ആണ്. സീ, സോ, സീൻ. ഇഫ് ഐ ഹാഡ് സീൻ ഹിം, അയാളെ, സീൻ ഹിം, എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ അയാളോട് സംസാരിക്കുമായിരുന്നു. ഐ വുഡ് ഹാവ്, സംസാരിക്കുക എന്നുള്ളതിനെ വേണമെങ്കിൽ ടോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ സ്പീക്കും പറയാം. അപ്പോൾ സ്പീക്കിൻ്റെ മൂന്നാമത്തെ ഫോം സ്പോക്കൺ ആണ്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ഈ വേർബിൻ്റെ 3 ഫോംസ് ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് പഠിച്ച് വെക്കേണ്ടി വരും കേട്ടോ. ഇവിടെ പറയുന്നത് ഐ വുഡ് ഹാവ് സ്പോക്കൺ ടു ഹിം എന്നാണ്. ഐ വുഡ് ഹാവ് സ്പോക്കൺ ടു ഹിം. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ഈ തേർഡ് കണ്ടീഷണൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്? ഇപ്പോൾ നിങ്ങൾക്ക് 4 ടൈപ്പ് കണ്ടീഷണൽസും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അധികം താമസിയാതെ ഇതുപോലെ മറ്റൊരു ഉപകാരപ്പെടുന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ ബൈ.